ഐ വിൽ റെക്കോർഡ്. കമ്മ്യൂണിസ്റ്റ് ആയിട്ട് പിന്നെ അതിന്റെ കമ്മ്യൂണിസ്റ്റ് പോയോ? എന്ത് ന്യായം പറയുന്നതൊക്കെ എല്ലാവർക്കും ഒരു ഇതല്ലയോ? നമ്മളെല്ലാവർക്കും തുറക്കട്ടെ. തുറക്കേച്ചു. ചേച്ചിന്നൊന്നും വിളിക്കണ്ട, പേര് വിളിച്ചാൽ മതി. പേര് വിളിച്ചാൽ മതി. ഇന്ന് ദീപ പേരറിയത്തില്ലയോ? സ്ഥാനാർത്ഥി ആയതുകൊണ്ട് ബഹുമാനിച്ചേക്കാവുന്നതാണോ? ബഹുമാനമൊക്കെ ഞാൻ പണ്ട് കണ്ടിട്ടുണ്ടല്ലോ. ഇവിടെ കമ്മ്യൂണിസ്റ്റുകാർ കയറി വന്ന് അനാവശ്യം കാണിച്ചത് നിങ്ങൾക്ക് അറിയത്തില്ലയോ? എൻ്റെ എന്തുവാ ക്യാമറയൊക്കെ അടിച്ചു പൊട്ടിയത് നിങ്ങൾക്ക് അറിയത്തില്ലയോ? ആര് പറഞ്ഞാ വന്നതല്ല? നിന്നെ ശശിമാമനാരാ? കമ്മ്യൂണിസ്റ്റ് അല്ലയോ? ഇവിടെ അടിച്ചു പൊട്ടിച്ചതില് പിന്നെ അവനല്ലയോ? അവരൊന്നും ഇതിനകത്തുള്ളവരല്ല. ആ പിന്നെ ഇവിടെ വന്ന് എന്നെ പിടിച്ചോണ്ട് പോയതാരാ? ആരാ? അഭിലാഷൻ. എന്തോ വല്ലോടും പോയി കണ്ടിട്ടുണ്ടോ അഭിലാഷൻ എന്നെ? എന്താ എനിക്കിവിടെ സംസാരിക്കാനുള്ള അവകാശം ഇല്ലയോ? ഇവൻ ചീത്ത വിളിക്കുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഈ കുട്ടൻ എന്ന് പറയുന്നവൻ സുബ്രഹ്മണ്യൻ നിങ്ങൾ കേട്ടിട്ടില്ലയോ? 7 മണിയാകുമ്പോൾ എന്നും ചീത്ത വിളിക്കുന്നത്. ഇവിടെ കയറി എന്നെ പിടിച്ചോണ്ട് പോകാൻ ഇവനൊക്കെ ആരാ? നിങ്ങളുടെ വീട്ടിൽ നടക്കുമോ ഇത്? എൻ്റെ പ്രമാണം ഇതിനകത്തിരിക്കുന്ന എടുത്തോണ്ട് പോകാനേ ഇവന്മാർ വന്നത്. ഇവരൊക്കെ ആരാ എൻ്റെ പ്രമാണം എടുക്കാൻ വരാൻ? എന്നാ ഇലക്ഷന്? ഡിസംബർ 9. ഉണ്ട്. വാ. ഇരിക്കേ. അമ്മേ ഇങ്ങോട്ട് വന്നേ. അമ്മേ വരുവേ. അതുകൊണ്ട് ഇനി മേലാൽ അഭിലാഷ് ഇവിടെ ഒന്നും ഒരു മനുഷ്യൻ വരാനൊക്കത്തില്ല. ഇവൻ ഇപ്പോഴും ചീത്ത എൻ്റെ കയ്യിലുണ്ടല്ലോ റെക്കോർഡ്. നമ്മുടെ മുഖത്തോട്ട് നിങ്ങളൊക്കെ വിചാരിച്ച് എനിക്ക് മനസ്സിലാവത്തില്ല ഇവരെന്തൊക്കെയാണ് ചെയ്യുന്നതെന്നല്ലേ? അഭിലാഷിന് അറിവുള്ളതല്ലായിരുന്നു അഭിലാഷേ? ഇല്ലെന്ന് ഉറപ്പാണേ. നമ്മുടെ മുഖത്തോട്ട് എന്തുവാ ആര് ആരൊക്കെ? എന്ത് നോട്ടീസ്? പാർട്ടിയിൽ നിന്ന് പുറത്താക്കി നമ്മളുമായിട്ട് ബന്ധമില്ലാത്ത ആളാണ്, നമുക്ക് അവർക്കും നമ്മളുമായിട്ട് യാതൊരു ബന്ധമില്ലെന്നുള്ള നോട്ടീസ് വീടുകളിലെല്ലാം വിതരണം ചെയ്തിട്ടില്ല. അഭിലാഷ് ഇലക്ഷന് നിൽക്കുന്ന സ്വതന്ത്രനായിട്ട്. ഞാൻ വോട്ട് തരും കേട്ടോ, സ്വതന്ത്ര സ്ഥാനാർത്ഥി. എനിക്ക് കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസിനെ ഒന്നും വേണ്ട. നമുക്ക് തരത്തില്ലല്ലോ സീറ്റൊന്നും. അവരുടെ കുത്തൊക്കെ ഇപ്പൊ കുറഞ്ഞ സാറേ. ഇടയ്ക്ക് തടിച്ചായിരുന്നു. ഇവിടെ ആരുടെയാ ഈ ജിം? ആരുടെയാ? ജിം എൻ്റെ ഒരു സുഹൃത്തിന്റെ. നല്ലതാണോ? കുഴപ്പമൊന്നുമില്ലേ? പണ്ട് കുറെ എന്തോ കഥയൊക്കെ ഉണ്ടാക്കി, അത് അഭിലാഷിന് അറിയാമായിരുന്നോ? കഥ ഉണ്ടാക്കിയത് അഭിലാഷിന്റെ ജിമ്മായിരുന്നു. അപ്പം ഇവിടെ കഥ ഉണ്ടാക്കിയില്ലല്ലോ അവൻ. എന്തോ മനോജ് എന്നെ കാണാൻ വന്നതൊക്കെ സത്യമാണോ അഭിലാഷ്? അത് അനാവശ്യമില്ലയോ കഥ ഉണ്ടാക്കിയത്? നിങ്ങളുടെ ഇവൻ വന്നതല്ലയോ പറഞ്ഞു? നിങ്ങളുടെ ഇവൻ എന്തുവാ അവൻ എന്നോട് പൈസ ചോദിച്ചു വന്നെന്നും ഒക്കെ കഥ ഉണ്ടാക്കിയത് ആരാ? മനോജ് എന്ന് പറയുന്നവൻ, അവിടെ ഉള്ളവൻ സായിപ്പ് എന്ന് പറയുന്നവൻ. പിന്നെന്തുവാ അന്നൊക്കെ കുറെ കഥകളൊക്കെ പറഞ്ഞത്? ഇവർ കുറെ കഥകൾ ഇങ്ങനെ അങ്ങ് ഉണ്ടാക്കുക. എന്താ അഭിലാഷ ഇത്? ഇരിക്കുക അഭിലാഷേ. മനോജെന്നും എനിക്ക് അവന്റെ പേര് പോലും അറിയത്തില്ല. സത്യം പറഞ്ഞ ഞാൻ പഠിപ്പിച്ചെങ്കിൽ അവന്റെ പേര് എനിക്കറിയത്തില്ല. ഞാൻ എന്റെ വോട്ട് തന്നെ നിനക്ക്. പഞ്ചായത്താണോ? നീ ജയിച്ചാലേ നീ അല്ലയോ? അപ്പൊ എനിക്ക് നിന്റെ അടുക്കലോടൊന്നും എന്തൊരു കാര്യം നമ്മൾ വിളിക്കാറുള്ളതല്ലോ. ഞാൻ സാറിനെ കണ്ടാലും തിരക്കാറുള്ളൂ. വേറെ ആൾക്കാരോടല്ലല്ലോ. ഞാൻ എപ്പോ കണ്ടാലും സാറിനോട് തിരക്കത്തില്ല കാര്യങ്ങളൊക്കെ. ഇവന്മാര് നമ്മുടെ മുഖത്തോട്ട് ഈ എന്താ കഥകൾ ഇതാക്കുക, നമ്മളെ കുറിച്ച് അനാവശ്യ കഥകൾ ഉണ്ടാക്കുക. പിന്നെ മോന്റെ അമ്മയുടെ പേരെന്തോ? ഉഷയുടെ
പിന്നെ പെൻഷൻ വാങ്ങിക്കുന്ന അമൃതയില്ലേ പോയി വാങ്ങിക്കുന്നത്. ഇടയ്ക്ക് ചിലപ്പം പോവും, അമർജി പോവും, അല്ലെങ്കിൽ അമ്മയെ ഞാൻ കൊണ്ടുപോകും. അമ്മയ്ക്ക് ഞാനുള്ള സമയത്താണ് ഞാൻ കൊണ്ടുപോകും സാറേ. അല്ലെങ്കിൽ അമൃത തന്നെ വലിയ പോലെ ആണാണ് കിട്ടും ഇല്ലയോ? കിട്ടും. അപ്പൊ ആ ചെക്ക് ഉണ്ടല്ലോ സാറേ, ആ ചെക്ക് ബുക്ക് സൈൻ ചെയ്ത് കൊടുത്തു വിട്ടാ സാറിന് ഒരാളെ ഇവിടെ പോകുന്നത് പോയാൽ കിട്ടുമല്ലോ. ഞങ്ങൾ രണ്ടും കൂടെ ആയിരുന്നു പോകുന്നത്. സാറങ്ങ് കാർഡാക്ക് സാർ, ATM ആകുമ്പോൾ ആർക്ക് വേണമെങ്കിലും പോയി എടുക്കല്ലോ. ഈ അവിടെ പോയി ക്യൂ നിൽക്കാതെ നിൽക്കണ്ട. ഞാൻ പോകുന്നില്ല. അല്ല പക്ഷേ ഇല്ലേ, ഞങ്ങൾ ചോദിച്ചപ്പോൾ കാർഡാണെങ്കിൽ ഈ DA ഒക്കെ കൂടി വരുമ്പം അത് ആഡ് ചെയ്യണമെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ളപ്പോഴേ ചെയ്യത്തുള്ളൂ. അന്നേരമേ ഞാനും കൂടെ പോകും. ഇപ്പൊ മോഹൻ സിംഗുമായിട്ടൊന്നും പരിചയമില്ല അഭിലാഷ് മാനങ്ങ ഇതില്ലയോ? എല്ലാരും കാണുമ്പോൾ ഉള്ള സൗഹൃദങ്ങൾ അപ്പുറത്തോട്ട് ഞാൻ ഇവിടെ ഇവിടെ മുഖം നോക്കുമ്പോൾ എന്തുപോലെ ഈ അടിക്കുന്നത്. നമുക്ക് ഇത് പുറത്ത് വെക്കാം, ഇങ്ങനെ പെരട്ടാതെ നടക്കാൻ പറ്റത്തില്ല. ഇവന്മാർ ഓരോന്ന് അടിക്കുക, ലേസർ പേര് നമുക്കറിയാം എല്ലാത്തിന്റെയും പേര്. ഇതിപ്പം കോടതി കൊടുക്കാന ലേസറും അതും ഇതും ഒക്കെ ഇതാക്കുക. ഫോണിൽ കൂടെ ഈ അടിക്കുന്നത് ആപ്പ, ഫോണിൽ കൂടെ ആപ്പ കേട്ടോ. പിന്നെ വന്നിരുന്നെങ്കിലും ഇപ്പറിക്കൊണ്ടിരുന്നേ ഫോൺ ബുക്കുക. ഞങ്ങൾ നേരം പോയി ഇവിടെ തന്നെ ആ ഫോട്ടോ എടുക്കും. ഇതാനാന്ന് അറിയണ്ടായോ? ഞങ്ങൾക്ക് അവൻ്റെ പേര് കൊടുക്കാനാ, കേസ് കൊടുക്കാനാ ഫോട്ടോ എടുക്കുന്നത്. ഇവന്മാർക്ക് ഇവിടെ പിടിക്കുമ്പോൾ മുടി കൊഴിപ്പിക്കുക, ഭയങ്കര രോഗമായ പല രീതിയില് ഇവിടെ പിടിക്കുമ്പോൾ. പിന്നെ അഭിലാഷ് ഡിവോഴ്സ്ഡ് ആയാല് അഭിലാഷിന്റെ ഇഷ്ടമല്ലേ ഏത് പാർട്ട്ണറിന്റെ കൂടെ ജീവിക്കണമെന്നുള്ളത്? അല്ല നാട്ടുകാരാണോ തീരുമാനിക്കുന്നത്? എത്ര പേര് ഡിവോഴ്സ് മരിച്ചവര് കിട്ടിയിട്ടുണ്ട്, ഡിവോഴ്സ് ആയിട്ടുണ്ട്. അതൊക്കെ ഇപ്പൊ നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യം. അത് നമുക്ക് അത് അവർക്ക് ഇഷ്ടമുള്ള, എനിക്ക് അവർക്ക് ഇഷ്ടമുള്ളവരെ കിട്ടുന്നത് എനിക്ക് ഇഷ്ടമാണ്. അധികം വലിയ കാര്യമൊന്നും ഇല്ലല്ലോ. നമുക്ക് ബുദ്ധിമുട്ടില്ല. നാട്ടിൽ അഭിലാഷ് കണ്ടില്ലയോ? ആളിനെ കണ്ടില്ലേ? ഇന്നാളെ അഭിലാഷ് കണ്ടായിരുന്നല്ലോ. ഒരു ദിവസം നടക്കാൻ പോയപ്പോ ഇവര് കഥകൾ ഉണ്ടാക്കുക. ഇവർക്ക് എന്തോ രോഗം? നമ്മളുടെ കാര്യങ്ങളിൽ ഇടപെടേണ്ട രോഗം എന്തുവാ? ഞങ്ങളുടെ വീട്ടില് വല്ലവരും വന്ന് മോൻ കണ്ടിട്ടുണ്ട്. ഇപ്പൊ അവനെ മാത്രം കണ്ടു, അല്ല കണ്ടിട്ടുണ്ടോ? ഞങ്ങള് ഇവിടെ അങ്ങനെ ആരെയും കയറി നമ്മളിപ്പോ നമ്മളല്ലേ ഈ നാട്ടിൽ ചോദിച്ചത്. ഞാൻ എന്റെ വ്യക്തിപരമായിട്ട് അവർക്ക് ഇഷ്ടമുള്ള എനിക്ക് ഇഷ്ടമാണ്. അവിടെ കാരണമേ അല്ല, എനിക്ക് ഇത്രയും വയസ്സായി 98 വയസ്സാ. ഞാൻ മരിച്ചാ പിന്നെ അവർക്കൊരു കൂട്ട് വേണ്ടായോ? അപ്പൊ അവർക്ക് ഇഷ്ടമുള്ള എന്നെ കിട്ടണം. അവർക്കൊരു കൂട്ട് വേണമെന്നുള്ള നിർബന്ധം എനിക്ക്. അതുകൊണ്ട് നീ ഇഷ്ടമുള്ള അവരോടെല്ലാം പറയുന്നത് എനിക്ക് ഇത്രയും പ്രായമുണ്ട്. ഒരു 2 വയസ്സിന് ഞങ്ങൾ തമ്മിലുള്ള ഡിഫറൻസ് അല്ലെ 1 വയസ്സിന്റെ കാണത്തുള്ളൂ. പക്ഷെ എങ്കിൽ തന്നെ നമ്മുടെ അറിവിലൊന്നും അവരൊന്നും അങ്ങനെയുള്ള ആൾക്കാർ. പിന്നെ ഒരു ഒറ്റയ്ക്കൊക്കെ എനിക്ക് 2 പെൺമക്കളുണ്ട്. മോനോട് എന്തെങ്കിലും അനാവശ്യം അവര് പറഞ്ഞിട്ടുണ്ടോ? സാറേ ഇല്ല, അതല്ലേ ഞാൻ പറഞ്ഞു. ഇപ്പോഴും ഞാൻ പിന്നെ പ്രീതയൊക്കെ ഞാൻ തമിഴ്നാട്ടിൽ പോയപ്പോൾ ഞാൻ ആ പ്രീതയുടെ വീട്ടിൽ പോയിട്ടുണ്ട്. പ്രീതയുടെ അവിടെ പോയി ഭക്ഷണം എനിക്ക് അവർ തന്നിട്ടുണ്ട്. ആ മുരളി എന്നെ അവിടെ എല്ലാം അന്ന് ഞങ്ങൾ പോയ ആവശ്യത്തിന് ആ പുള്ളി രാവിലെ ജോലിക്ക് കൊണ്ട് ആൾ എന്നെ അമ്പലത്തിലും ആ ഹോട്ടലിലും എല്ലാം പോയി. നമുക്ക് എന്ത് സാറേ ഇതിനകത്തിപ്പം വ്യക്തിപരമായിട്ട് അതുപോലെ തന്നെ സാറേ ഞാൻ ഈ ഇവരാരും അവിടെ ചെന്നായിരുന്നു. ആരായിരുന്നു? അഭിലാഷും കൂടാ പോയത് കോട്ടയിലെ, അല്ലയോ? അഭിലാഷിന്റെ കൂടെ അല്ലയോ? പോയില്ല, അവർ ആശുപത്രിയിൽ അഡ്മിറ്റ് ആയിരുന്നു സാറേ. ഞാൻ ഇവരുടെ അഡ്മിറ്റ് ബിജുവണ്ണ വൈഫ് അഡ്മിറ്റ് ആയിരുന്നു കണ്ണൂർ സർജറി. അപ്പൊ ഞാൻ പ്രീതയെ വിളിച്ച് ചോദിച്ചായിരുന്നു. അപ്പൊ ഇന്നൊരു വഴിയൊക്കെ പറഞ്ഞു തന്നൊക്കെ. പിന്നെ വീട്ടിൽ ഞാൻ പോയി, അവരുടെ വീട്ടിൽ പോയി എനിക്ക് ചായയും കപ്പിയൊക്കെ തന്ന് എന്നോട് പറഞ്ഞ് അവിടെ ഹോട്ടലിൽ എന്നെ ഒരു സ്ഥലത്ത് കൊണ്ടുപോയി വിട്ട്. പിന്നെ പിറ്റേ ദിവസം രാവിലെ മുരളി വന്ന് എന്നെ അവിടെ മുരുകൻ ഇഡലി ഷോപ്പ് അവിടെ കൊണ്ട് ഇഡലി മേടിച്ചെന്ന് അമ്പലത്തിന്റെ കൊണ്ടുപോയി. അപ്പൊ ഞാൻ എപ്പോഴും പ്രീതയെ കണ്ടാലും ആരെ കണ്ടില്ല. ഞങ്ങള് അങ്ങനെ ഇടപെടുന്ന ആര് വന്നാലും ഇവർക്ക് എന്തിനാ അഭിലാഷ് മറ്റുള്ളവരുടെ വീട്ടിൽ വന്ന് ഇടപെടുന്നതോ ഓരോന്ന് ഇടപെടേണ്ട കാര്യം? സാർ എന്നെ എന്തൊക്കെ കാര്യങ്ങൾ വിളിച്ചു. ഞാൻ പറഞ്ഞ ഏതൊരു കാര്യം ഒരു പരിഹാരം ഉണ്ടാക്കാൻ നമുക്ക് അതിന്റെ ഇരിക്കുകയോ ചെയ്തിട്ടുണ്ട്. സാർ എന്റെ ഒരു മരിച്ച കാര്യം ഞാൻ അവിടെ നിന്ന് അറിഞ്ഞു. പക്ഷെ എനിക്ക് പോകൂടായിരുന്നു സാർ. അന്നേരം ആർക്കും